أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आजकल हज़रत अबू बकर सिद्दीक़ रज़ियल्लाहु अन्हु का जिक्र हो रहा है। अब्बास गुज़वात का भी जिक्र हुआ था। ഇപ്പോൾ ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണമാണ് നടന്നു വരുന്നത്. ചില യുദ്ധങ്ങളെപ്പറ്റി പരാമർശിച്ചു കഴിഞ്ഞു. ബനു ഖുറൈസ യുദ്ധം. വാക്കതി ബനു ഖുറൈസയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ബനു തൈം ഗോത്രത്തിൽ നിന്ന് ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖും ഹദ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയും ബനു ഖുറൈസ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഗനം നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയിലേക്ക് തിരിച്ചപ്പോൾ ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ ഹാജരായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജനങ്ങൾ അങ്ങയെ ഭൗതികാലങ്കാരമുള്ള വസ്ത്രത്തിൽ കാണുകയാണെങ്കിൽ അവർക്കുള്ളിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതാണ്. ആയതിനാൽ അങ്ങ് ഹദ്രത്ത് സാദ് ബിൻ ഉബാദ അങ്ങേക്ക് തന്ന ജുബ്ബ അണിയണം. അതുകൊണ്ട് അങ്ങ് അത് അണിഞ്ഞാലും മുശ്രിക്കീങ്ങൾ അങ്ങയെ ഭംഗിയുള്ള വസ്ത്രത്തിൽ കാണട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം. അള്ളാഹുവാണേ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഏതെങ്കിലും കാര്യത്തിൽ ഏകാഭിപ്രായത്തിൽ എത്തുമ്പോൾ ഞാൻ ആ അഭിപ്രായത്തിന് എതിരിൽ പറയാറില്ല. എൻ്റെ നാഥൻ നിങ്ങളുടെ ഉദാഹരണം മലക്കുകളിൽ ജിബ്രീലിനെയും മീക്കായിലിനെയും പോലെ ആക്കിയിരിക്കുന്നു. ഇബ്നു ഖത്താബിൻ്റെ ഉദാഹരണം മലക്കുകളിൽ ജിബ്രീലിനെ പോലെയാകുന്നു. അള്ളാഹു എല്ലാ ഉമ്മത്തിനെയും ജിബ്രീൽ മുഖേനയാണ് നശിപ്പിച്ചത്. അതിനുള്ള ഉദാഹരണം അമ്പിയാക്കളിൽ ഹദ്രത്ത് നൂഹാകുന്നു. അദ്ദേഹം പറഞ്ഞു, റബ്ബി ലാ തസർനി അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. എൻ്റെ നാഥ, നിഷേധികളിൽ ആരെയും നീ ഭൂമിയിൽ ബാക്കിയാക്കരുതേ. ഇബ്നു അബി കഹാഫയുടെ ഉദാഹരണം മലക്കുകളിൽ മീക്കായിലിനെ പോലെയാണ്. അതായത് ഹദ്രത്ത് അബൂബക്കറിൻ്റെ ഉദാഹരണം. അദ്ദേഹം ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. പ്രവാചകന്മാരിൽ ഹദ്രത്ത് ഇബ്രാഹിമിനെ പോലെയാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഫമൻ തബാനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അതായത് എന്നെ പിൻപറ്റിയവർ തീർച്ചയായും എന്നിൽ നിന്നുള്ളവരാകുന്നു. എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുനിയുന്നവനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏകാഭിപ്രായത്തിലെത്തിയാൽ ഞാൻ ആ അഭിപ്രായത്തിൽ നിങ്ങൾക്കെതിരായി ചെയ്യുന്നതല്ല. എന്നാൽ നിങ്ങളുടെ അവസ്ഥ അഭിപ്രായത്തിൽ വ്യത്യസ്ത രീതിയിലാകുന്നു. അതായത് ജിബ്രീൽ, മീക്കായിൽ, നൂഹ്, ഇബ്രാഹിം അലൈഹിമുസ്സലാം എന്നിവരെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയെ ഉപരോധിച്ചതിനെ സംബന്ധിച്ച് ഒരു നിവേദനത്തിൽ പറയുന്നു,
ആയിഷ ബിൻത്ത് സഅദ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അല്ലയോ സഅദ്, മുന്നോട്ട് ഗമിക്കുക, ജനങ്ങൾക്ക് മേൽ ശരങ്ങൾ ഉതിർക്കുക. എൻ്റെ ശരം അവരിലേക്ക് എത്തുന്നതുവരെയും ഞാൻ മുന്നോട്ട് ഗമിച്ചു. എൻ്റെ പക്കൽ 50-ലധികം ശരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഏതാനും നിമിഷങ്ങൾക്കകം എയ്യുകയുണ്ടായി. ഞങ്ങളുടെ ആവനാഴി ഹൃദയം പോലെയായിരുന്നു. അകത്തേക്ക് കയറൊരാരും തന്നെ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ശരങ്ങളൊക്കെ തീർന്നു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. ആകയാൽ ഞങ്ങൾ അതിൽ നിന്ന് ചില ശരങ്ങൾ എയ്തുകൊണ്ടിരുന്നു, ചിലത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹദ്രത്ത് കഅബ് ബിൻ അമർ മോസിനിയും അമ്പെയ്യുന്ന ആളുകളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ആ ദിവസം എൻ്റെ ആവനാഴിയിൽ ഉണ്ടായിരുന്ന അമ്പുകളെല്ലാം എയ്തിരുന്നു. അങ്ങനെ രാത്രിയുടെ കുറച്ചു ഭാഗം പിന്നിട്ടപ്പോൾ ഞങ്ങൾ അവർക്ക് മേൽ ശരമെയ്ത് നിർത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ശരമെയ്ത് കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധ വിഭൂഷിതനുമായിരുന്നു. കുതിരപ്പടയാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുണ്ടായിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ താവളങ്ങളിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ അവിടെ രാത്രി കഴിച്ചു കൂട്ടി. ഞങ്ങളുടെ ഭക്ഷണം ഈന്തപ്പഴമായിരുന്നു. അത് സഅദ് ബിൻ ഉബാദ തന്നയച്ചതായിരുന്നു. ആ ഈന്തപ്പഴങ്ങൾ വളരെ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി ആ ഈന്തപ്പഴങ്ങൾ ഭക്ഷിച്ചാണ് കഴിച്ചു കൂട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്രത്ത് അബൂബക്കർ, ഹദ്രത്ത് ഉമർ എന്നിവരും ഈന്തപ്പഴം കഴിക്കുന്നതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈന്തപ്പഴം എത്ര നല്ല ഭക്ഷണമാണ്. ഹദ്രത്ത് സഅദ് ബിൻ മുആസ് ബനു ഖുറൈസയെ പറ്റി തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സഅദ് ദുആ ചെയ്തു, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഖുറൈശികൾക്കുമിടയിൽ യുദ്ധങ്ങൾ അവസാനിച്ചുവെങ്കിൽ എനിക്ക് മരണം തന്നാലും. ഹദരത്ത് ആയിഷ വിവരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുറിവ് തുറന്നു. വാസ്തവത്തിൽ അദ്ദേഹം ആരോഗ്യവാനായിട്ടുണ്ടായിരുന്നു. ആ മുറിവിൻ്റെ ചെറിയൊരു അടയാളം ബാക്കിയായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിപ്പിച്ച താവളത്തിലേക്ക് തിരിച്ചുപോയി. ഹദരത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. ഹദരത്ത് ആയിഷ പറയുകയാണ്, ആരുടെ കയ്യിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജീവനുള്ളത് അവനാണ് സത്യം. ഞാൻ ഹദരത്ത് ഉമർ കരയുന്ന ശബ്ദവും ഹദരത്ത് അബൂബക്കർ കരയുന്ന ശബ്ദവും വെവ്വേറെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഞാനാകട്ടെ എൻ്റെ മുറിയിലുമായിരുന്നു. അതായത് അപ്പോൾ ഹദരത്ത് സഅദ് മരണാസന്നനായിരുന്നു. അവർ രണ്ടുപേരും കരയുകയായിരുന്നു. ഞാൻ എൻ്റെ മുറിയിലായിരുന്നു. അവരാകട്ടെ അള്ളാഹു പറഞ്ഞ പോലെ ഉർഹമാഉ ബൈനഹും, പരസ്പരം ഏറെ സ്നേഹിക്കുന്നവരാണ് എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു. സുൽഹ് ഹുദൈബിയെ പറ്റി എഴുതിയിരിക്കുന്നു, കഴിഞ്ഞ ഖുത്ബകളിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളോടൊപ്പം ബൈത്തുള്ള തവാഫ് ചെയ്യുന്നു. ഈ സ്വപ്നത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 1400 സഹാബാക്കളോടൊപ്പം ഹിജ്രി 6 ദുൽഖഅദ മാസം ആരംഭത്തിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ നേരത്ത് ഉംറ ചെയ്യാൻ പുറപ്പെട്ടു. എന്നാൽ മക്ക നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാൻ തയ്യാറായിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് അഭിപ്രായം ആരാഞ്ഞു. ഹദ്രത്ത് അബൂബക്കർ അഭിപ്രായം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മൾ കേവലം ഉംറയ്ക്ക് വേണ്ടിയാണ് വന്നത്, ആരോടും യുദ്ധം ചെയ്യാനല്ല. എൻ്റെ അഭിപ്രായത്തിൽ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം. ആരെങ്കിലും നമ്മെ ബൈത്തുല്ലാഹിൽ നിന്ന് തടഞ്ഞാൽ നാം അവരോട് യുദ്ധം ചെയ്യുന്നതാണ്. സുൽഹ് ഹുദൈബിയയുടെ അവസരത്തിൽ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് പരസ്പരം സംസാരിക്കുന്നതിന് സംഘങ്ങൾ വരാൻ തുടങ്ങി. അതിൽ ഉർവ തിരുനബിയുടെ അടുത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങി. ഉർവ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങളുടെ ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ അറബികളിൽ ആരെങ്കിലും നിങ്ങൾക്ക് മുമ്പ് സ്വന്തം ജനതയെ ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഇനി മറ്റൊരു കാര്യം, ഖുറൈശികൾ വിജയിച്ചാൽ ദൈവത്താണ്, നിങ്ങളുടെ അടുത്ത് പല ഭാഗത്തു നിന്ന് വന്നുകൂടിയ
നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഒഴിവാക്കി ഓടിപ്പോകുമെന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് ഞാൻ കാണുന്നു. ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് അബൂബക്കർ ഉർവ ബിൻ മസൂദിനോട് വളരെ കർശനമായി പറഞ്ഞു, പോകൂ, നിങ്ങൾ പോയി നിങ്ങളുടെ ലാത്ത് എന്ന വിഗ്രഹത്തെ ചുംബിച്ചുകൊണ്ടിരിക്കുക, അതായത് അതിനെ പൂജിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഉർവ ചോദിച്ചു, ഇതാരാണ്? ജനങ്ങൾ പറഞ്ഞു, അബൂബക്കർ. ഉർവ എൻ്റെ ജീവനും ഉർവ പറഞ്ഞു, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നിന്റെ ഒരു ഔദാര്യം ഉണ്ട്, ഞാനതിന് ഇതുവരെ പകരം തന്നിട്ടില്ല. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് മറുപടി നൽകുമായിരുന്നു. ഹദ്റത്ത് അബൂബക്കറിൻ്റെ ഔദാര്യം എന്തെന്നാൽ ഉർവയ്ക്ക് ബ്ലഡ് മണി നിർബന്ധമായപ്പോൾ ഹദ്റത്ത് അബൂബക്കർ 10 ഗർഭിണികളായ ഒട്ടകങ്ങൾ കൊടുത്ത് അയാളെ സഹായിച്ചിരുന്നു. ഏതായാലും ഉർവ ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരം തുടർന്നു. സുലഹ് ഹുദൈബിയുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികളുടെ ഉടമ്പടി നടക്കുകയായിരുന്നു. ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തി പറഞ്ഞു, അങ്ങ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടല്ല? ഞാൻ പറഞ്ഞു, നമ്മൾ സത്യത്തിലും നമ്മുടെ ശത്രുക്കൾ വ്യാജത്തിലുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടല്ല? ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നാം നമ്മുടെ ദീനിനു വേണ്ടി നിന്ദ്യമായ നിബന്ധനകൾ എന്തിനു അംഗീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, ഞാൻ അവനെ ധിക്കരിക്കുന്നതല്ല, അവൻ എന്നെ സഹായിക്കുന്നതാണ്. അതായത് ഞാൻ നിബന്ധനകൾ അംഗീകരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കുകയല്ല ചെയ്യുന്നത്, അവൻ എന്നെ സഹായിക്കുന്നതാണ്. ഹദ്റത്ത് ഉമർ പറഞ്ഞു, നമ്മൾ ഉടൻ തന്നെ ബൈത്തുല്ലാഹിൽ എത്തുമെന്നും അതിനെ തവാഫ് ചെയ്യുമെന്നും അങ്ങ് പറഞ്ഞിട്ടുള്ളതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ വർഷം ബൈത്തുല്ലാഹിൽ എത്തുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വർഷം തന്നെ ബൈത്തുല്ലാഹിൽ എത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഹദ്റത്ത് ഉമർ പറയുന്നു, നമ്മൾ ഈ വർഷം തന്നെ ബൈത്തുല്ലാഹിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ തീർച്ചയായും ബൈത്തുല്ലാഹിൽ പോകുന്നതാണ്, അതിനെ തവാഫ് ചെയ്യുന്നതുമാണ്. ഹദ്റത്ത് ഉമർ പറയുന്നു, ഇത് കേട്ട് ഞാൻ ഹദ്റത്ത് അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുക്കലെത്തി. ഞാൻ പറഞ്ഞു, അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തവത്തിൽ അള്ളാഹുവിൻ നബിയല്ലേ? അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടല്ല? ഞാൻ പറഞ്ഞു, നമ്മൾ സത്യത്തിലും നമ്മുടെ ശത്രുക്കൾ കളവരുമല്ലേ? അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടല്ല? ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നിന്ദാർഹമായ നിബന്ധനകൾ അംഗീകരിക്കുന്നത്? ആ സമയത്ത് ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അല്ലയോ ദൈവിക യോദ്ധാവേ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. റസൂൽ തൻ്റെ നാഥനെ ധിക്കരിക്കുന്നതല്ല. അള്ളാഹു തീർച്ചയായും അദ്ദേഹത്തെ സഹായിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഹദ്റത്ത് അബൂബക്കറും ആവർത്തിക്കുകയുണ്ടായി. തുടർന്ന് ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഉമറിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ഉടമ്പടി ശക്തമായി പിടിക്കുക. അള്ളാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും സത്യത്തിലാകുന്നു. ഹദ്റത്ത് ഉമർ പറയുന്നു, ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തീർച്ചയായും ബൈത്തുല്ലാഹിൽ എത്തുമെന്നും അതിനെ തവാഫ് ചെയ്യുമെന്നും പറഞ്ഞതല്ലേ? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, തീർച്ചയായും നമ്മൾ ഈ വർഷം അവിടെ എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഉമർ പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. അബൂബക്കർ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും അവിടെ എത്തുന്നതും അതിന് തവാഫ് ചെയ്യുന്നതുമാണ്. സുഹരി പറയുന്നു, അതായത് നിവേദകൻ പറയുന്നു, ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഞാൻ ഈ തെറ്റ് കാരണം പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് നിരവധി നന്മകൾ ചെയ്യുകയുണ്ടായി. ഇത് ബുഖാരിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സുലഹ് ഹുദൈബിയുടെ വിശദീകരണത്തിൽ ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിലെത്തി തിരുനബിയോട് സംസാരം ആരംഭിച്ചു. അയാൾക്ക് മുന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ബദീൽ ബിൻ വർക്കയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു. ഉർവ പൊതുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അഭിപ്രായത്തിനോട് യോജിപ്പുള്ള ആളായിരുന്നു. എന്നാൽ ഖുറൈശികളുടെ പ്രാതിനിധ്യം വഹിക്കാനും അവർക്ക് വേണ്ടി കൂടുതൽ നിബന്ധനകൾ അംഗീകരിപ്പിക്കാനും വേണ്ടി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ യുദ്ധത്തിൽ തൻ്റെ ജനതയെ നശിപ്പിച്ചാൽ താങ്കൾക്ക് മുമ്പേ അറബികളിൽ തൻ്റെ സമൂഹത്തെ ദ്രോഹിച്ച മറ്റാരെങ്കിലുമുണ്ടോ? ഇനി കാര്യം മറ്റൊന്നായാൽ, അതായത് ഖുറൈശികൾക്ക് വിജയം ലഭിച്ചാൽ താങ്കൾക്ക് ചുറ്റുപാടും കാണുന്ന മുഖങ്ങൾ ഓടിമറയാൻ അധിക സമയം വേണ്ടിവരില്ല. ഇവരെല്ലാം താങ്കളെ വിട്ടുപിരിയുന്നതാണ്. ഹദ്റത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തിരിക്കുന്നുണ്ടായിരുന്നു.
ഉർവയുടെ വാക്കുകൾ കേട്ടപ്പോൾ കോപാകുലനായി പറഞ്ഞു, പോകൂ പോകൂ, ലാത്തിനെ, അതായത് വിഗ്രഹത്തെ ചുംബിച്ചു നടന്നോളൂ. ഞങ്ങൾ അള്ളാഹു റസൂലിനെ ഒഴിവാക്കുകയോ? ലാത്ത് വിഗ്രഹം ബനു സഖീഫ് ഗോത്രത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന വിഗ്രഹമായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ഉദ്ദേശിച്ചത്, നിങ്ങൾ വിഗ്രഹാരാധകരാണ്, ഞങ്ങളാകട്ടെ ദൈവാരാധകരാകുന്നു. നിങ്ങൾ വിഗ്രഹത്തിന് വേണ്ടി ക്ഷമയും സ്ഥൗര്യവും കാണിക്കുകയും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കുകയും ചെയ്യുമെന്നാണോ? ഉർവ കോപത്തോട് ചോദിച്ചു, ഇതാരാണ് ഇങ്ങനെ എൻ്റെ വർത്തമാനം മുറിച്ചു പറയുന്നത്? ജനങ്ങൾ പറഞ്ഞു, അത് അബൂബക്കർ ആകുന്നു. അബൂബക്കറിന്റെ പേര് കേട്ടപ്പോൾ ഉർവയുടെ കണ്ണുകൾ ലജ്ജിച്ച് കീഴ്പോട്ട് പോവുകയുണ്ടായി. പറഞ്ഞു, അബൂബക്കർ, എനിക്ക് മേൽ നിങ്ങളുടെ വലിയൊരു ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പരാമർശമാണുള്ളത്. ഒരിക്കൽ അയാളുടെ കടം തീർത്തു കൊടുത്ത് അയാളുടെ ജീവൻ രക്ഷിച്ചിരുന്നു. ദൈവത്താണ് ഇങ്ങനെ പറയുന്നതിന് എങ്ങനെയാണ് മറുപടി പറയുക എന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നു. ബുഖാരിയുടെ ഒരു ഉദ്ധരണിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികളുടെ ഉടമ്പടി നടക്കുകയായിരുന്നു. നിബന്ധനകൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് സുഹൈൽ ബിൻ അമ്രിന്റെ മകൻ ഹദ്റത്ത് അബൂ ജന്ദൽ ചങ്ങലയിൽ ബന്ധിതനായ അവസ്ഥയിൽ അവിടെ എത്തി. സുഹൈൽ ബിൻ അമ്ര മക്കക്കാരുടെ പ്രതിനിധിയായി വന്നതാണ്. അയാൾ അദ്ദേഹത്തെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഖുറൈശികൾക്ക് തിരികെ കൊടുത്തു. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹദ്റത്ത് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തർക്കിച്ച സംഭവം കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ഉമർ പറഞ്ഞു, അങ്ങ് സത്യപ്രവാചകനാണെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും താഴ്ന്നു കൊടുത്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? ഏതായാലും അബൂജന്തലിനോട് അക്രമം ഉണ്ടായപ്പോഴാണ് ഹദ്റത്ത് ഉമർ ഇങ്ങനെ സംസാരിച്ചത്. അബൂജന്തലിനോട് അക്രമം നടക്കുന്നതും ദീനിനോടുള്ള അഭിനിവേശത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ രക്തം നിറയുന്നതും മുസ്ലിങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ അവർ ക്ഷമിച്ചു കഴിയുകയായിരുന്നു. ഒടുവിൽ ഹദ്റത്ത് ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി സമീപത്തെത്തി കാതിൽ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അങ്ങ് അള്ളാഹുവിൻ്റെ സത്യ റസൂലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, തീർച്ചയായും. ഉമർ പറഞ്ഞു, നമ്മൾ സത്യത്തിലും നമ്മൾ ശത്രുക്കൾ കളവിലുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ്. ഉമർ പറഞ്ഞു, എങ്കിൽ പിന്നെ നാം നമ്മുടെ സത്യത്തിന് വേണ്ടി ഈ ദൈന്യത എന്തിനു സഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ ഉമർ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. എനിക്ക് ദൈവീകതമറിയാം. അതിനെതിരിൽ എനിക്ക് നീങ്ങാൻ കഴിയില്ല. അവൻ തന്നെയാണ് എൻ്റെ സഹായി. പക്ഷെ ഉമറിൻ്റെ അവസ്ഥ ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം ചോദിച്ചു, നമ്മൾ ബൈത്തുള്ള തവാഫ് ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ തീർച്ചയായും പറഞ്ഞിരുന്നു. പക്ഷേ ഈ തവാഫ് തീർച്ചയായും ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉമർ പറഞ്ഞു, ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ പിന്നെ കാത്തിരിക്കൂ. നിങ്ങൾ തീർച്ചയായും മക്കയിൽ പ്രവേശിക്കുന്നതും കാബയെ തവാഫ് ചെയ്യുന്നതുമാണ്. പക്ഷേ ആവേശത്താൽ ഹദ്റത്ത് ഉമറിന് സമാധാനമായില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായ ആദരയുക്തമായ ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹദ്റത്ത് ഉമർ അവിടെ നിന്ന് മാറി ഹദ്റത്ത് അബൂബക്കറിൻ്റെ അടുക്കലെത്തി അദ്ദേഹത്തോടും ഇതേപോലെ ആവേശത്തോടെ സംസാരിച്ചു. ഹദ്റത്ത് അബൂബക്കറും അതേ വിധത്തിലുള്ള മറുപടിയാണ് നൽകിയത്. അതോടൊപ്പം ഹദ്റത്ത് അബൂബക്കർ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞു, നോക്കൂ ഉമർ, ശ്രദ്ധിച്ചിരിക്കുക. അള്ളാഹു റസൂലിൻ്റെ സഹവാസത്തിൽ നിങ്ങൾ വെച്ച കരങ്ങൾ അയഞ്ഞു പോകരുത്. കാരണം അള്ളാഹുവാണേ ആർക്കാണ് നമ്മൾ കൈ കൊടുത്തിട്ടുള്ളത്, അദ്ദേഹം തീർച്ചയായും സത്യസന്ധനാകുന്നു. ഹദ്റത്ത് ഉമർ പറയുന്നു, ആ സമയത്ത് ഞാൻ ആവേശത്താൽ എല്ലാം പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് വലിയ ലജ്ജ തോന്നി. ഞാൻ പശ്ചാത്താപം എന്ന നിലയ്ക്ക് ഈ ദൗർബല്യം കഴുകിക്കളയാൻ ഒരുപാട് ഐച്ഛിക കർമ്മങ്ങൾ ചെയ്തു. അതായത് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ദൗർബല്യത്തിൻ്റെ കറ മാഞ്ഞു പോകാൻ ഞാൻ സദക്ക കൊടുക്കുകയും നോമ്പെടുക്കുകയും നഫൽ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുകയും അടിമകളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു
സുലഹ് ഹുദൈബിയയുടെ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അതറിഞ്ഞ മക്കയിലെ നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർഷം തവാഫ് ചെയ്യാൻ വരാൻ പാടില്ല എന്ന നിർദ്ദേശവുമായി തങ്ങളുടെ ഒരു നേതാവിനെ തിരുനബിയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. ആ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സംഭാഷണം ആരംഭിച്ചു. സംസാരിക്കുമ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ വർഷം തവാഫ് ചെയ്യാൻ വരരുത്, അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കും. ഹദരത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഏഷ്യക്കാരുടെ രീതി അനുസരിച്ച് അവർ അഭ്യർത്ഥന എന്ന നിലയ്ക്ക് തങ്ങളുടെ കാര്യം അംഗീകരിപ്പിക്കാൻ സംബോധിതൻ്റെ താടിയിൽ കൈവയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ തൻ്റെ തന്നെ താടിയിൽ കൈ തടവിക്കൊണ്ട് പറയുന്നു, നോക്കൂ, ഞാൻ പ്രായമുള്ള വ്യക്തിയാണ്, സമൂഹത്തിൻ്റെ നേതാവാണ്, ഞാൻ പറയുന്നത് അംഗീകരിക്കുക. അങ്ങനെ ഈ നേതാവും അഭ്യർത്ഥന എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ താടിയിൽ തൊടുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ സഹാബി മുന്നോട്ട് വന്നു. തൻ്റെ വാളിൻ്റെ പിടികൊണ്ട് അയാളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് നേതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അശുദ്ധമായ കൈകൾ മാറ്റൂ. നേതാവ് വാളിൻ്റെ പിടികൊണ്ട് തട്ടിയ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന സമയത്ത് നിന്നോട് അവതാരം ചെയ്തിട്ടില്ലേ? ഇത് കേട്ടപ്പോൾ ആ സഹാബി പിന്നോട്ട് മാറി. നേതാവ് വീണ്ടും അഭ്യർത്ഥന എന്ന നിലയ്ക്ക് തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താടിയിൽ കൈതൊട്ടു. സഹാബാക്കൾ പറയുന്നു, അയാൾ ഇങ്ങനെ തുടരെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ നേതാവിൻ്റെ ഔദാര്യം പറ്റാത്ത ആരും ഞങ്ങൾക്കിടയിൽ കാണാൻ കഴിഞ്ഞില്ല. ഇയാളുടെ ഔദാര്യം പറ്റാത്ത ആരെങ്കിലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായെങ്കിലെന്ന് ഞങ്ങൾ ആശിച്ചു പോയി. ഇത്രയുമായപ്പോൾ ഒരാൾ ഞങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നു. അദ്ദേഹം ആപാതിചൂടം ആയുധധാരിയായിരുന്നു. വളരെ ആവേശത്തോടെ ആ തലവനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്റെ അശുദ്ധമായ കൈകൾ മാറ്റൂ. അങ്ങനെ പറഞ്ഞത് ഹദരത്ത് അബൂബക്കറായിരുന്നു. നേതാവ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല, കാരണം എനിക്ക് മേൽ നിങ്ങളുടെ ഒരു വലിയ ഔദാര്യമുണ്ട്. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസം ഹുദൈബിയ അവസരത്തിൽ സന്ധി നിർദ്ദേശങ്ങൾ എഴുതപ്പെട്ടു. ഇത് സീറത്ത് ഖാത്തമുൻ നബിയിൽ നിന്ന് എടുത്തതാണ്. ഈ സന്ധിയുടെ 2 പകർപ്പുകൾ തയ്യാറാക്കി. സാക്ഷികൾ എന്ന നിലയ്ക്ക് 2 കൂട്ടരുടെയും ഉന്നത വ്യക്തിത്വങ്ങൾ അതിൽ ഒപ്പുവെച്ചു. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒപ്പുവെച്ചവരിൽ ഹദരത്ത് അബൂബക്കർ, ഹദരത്ത് ഉമർ, ഹദരത്ത് ഉസ്മാൻ, ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹദരത്ത് സഅദ് ബിൻ അബി വഖാസ്, ഹദരത്ത് ഉബൈദുല്ല ബിൻ ജറാഹ് എന്നിവർ ഉൾപ്പെടുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇസ്ലാമിൽ സുലഹ് ഹുദൈബിയയെക്കാളും വലിയ ഒരു വിജയവുമില്ല. ബനു ഫസാറയിലേക്ക് അബൂബക്കർ നയിച്ച യുദ്ധം. ഇതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, ഈ യുദ്ധം ഹിജ്രി 6-ാം വർഷമാണ് ഉണ്ടായത്. ബനു ഫസാറ നജിദിലും വാദിയിൽ ഖുറയിലുമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. തബക്കാത്തുൽ കുബറയിലും സീറത്ത് ഇബ്നു ഹിഷാമിലും എഴുതുന്നു, ഈ സൈന്യത്തെ ഹദരത്ത് സെയ്ദ് ബിൻ ഹാരിസി നേതൃത്വത്തിലാണ് അയച്ചത്. എന്നാൽ സഹീഹ് മുസ്ലിം, സുനൻ അബി ദാവൂദ് എന്നിവയുടെ ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂബക്കറിനെ ഈ യുദ്ധത്തിൻ്റെ അമീറാക്കി എന്നാണ് മനസ്സിലാകുന്നത്. സഹീഹ് മുസ്ലിമുള്ള നിവേദനത്തിൽ പറയുന്നു, അയാസ് ബിൻ സർമ വിവരിക്കുന്നു, എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞു, ഞങ്ങൾ ഫിസാറ ഗോത്രത്തോട് യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതാവ് ഹദരത്ത് അബൂബക്കറായിരുന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഞങ്ങൾക്ക് അമീറായി നിശ്ചയിച്ചത്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു സംഘത്തെ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ബനു ഫസാറയിലേക്ക് അയക്കുകയുണ്ടായി. ഈ ഗോത്രം ആ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരിലായിരുന്നു. ഈ സംഘത്തിൽ സൽമ ബിൻ അക്കൂവും ഉണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന അമ്പെയ്ത്തുകാരനും ഓടുന്ന കാര്യത്തിൽ പ്രത്യേകം പ്രാവീണ്യമുള്ള ആളുമായിരുന്നു. സൽമ ബിൻ അക്കൂ പറയുന്നു, ഞാൻ സുബഹി നമസ്കാര സമയത്ത് ഈ ഗോത്രത്തിൻ്റെ താവളത്തിനടുത്തെത്തി. ഞങ്ങൾ നമസ്കാരത്തിന് വിരമിച്ചപ്പോൾ ഹദരത്ത് അബൂബക്കർ ഞങ്ങളോട് ആക്രമിക്കാനുള്ള കൽപ്പന തന്നു. ഞങ്ങൾ നമസ്കാരത്തിന് വിരമിച്ചപ്പോൾ ഹദരത്ത് അബൂബക്കർ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പന തന്നു. ഞങ്ങൾ ഫസാറ ഗോത്രത്തോട് യുദ്ധം ചെയ്ത് അവരുടെ ജലാശയം വരെ എത്തി.
മുശ്രിക്കീങ്ങളുടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. തുടർന്ന് അവർ രണാങ്കണം ഒഴിവാക്കി ഓടിപ്പോയി. നിരവധി പേരെ ബന്ദികളാക്കി. സൽമാൻ നിവേദനം ചെയ്യുന്നു, ഓടിപ്പോകുന്നവരിൽ ഒരു പാർട്ടി സ്ത്രീകളുടെയും കുട്ടികളുടേതുമായിരുന്നു. അവർ വേഗം വേഗം അടുത്തുള്ള ഒരു മലനിരയിലേക്ക് നീങ്ങുകയായിരുന്നു. ഞാൻ അവർക്കും ആ മലനിരയ്ക്കും ഇടയ്ക്ക് അമ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ ഭയന്നുകൊണ്ട് നിന്നു. ഞങ്ങൾ അവരെ ബന്ദികളാക്കി. ആ ബന്ദികളിൽ പ്രായാധിക്യമുള്ള ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ചുവന്ന ഒരു തുകൽ പുതപ്പ് പൊതിച്ചിരുന്നു. അവരുടെ കൂടെ അവരുടെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഞാൻ അവരെല്ലാവരെയും വളഞ്ഞ് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലെത്തിച്ചു. അദ്ദേഹം ആ പെൺകുട്ടിയെ എൻ്റെ മേൽനോട്ടത്തിൽ വിട്ടുതന്നു. ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെൺകുട്ടിയെ എൻ്റെ പക്കൽ നിന്ന് വാങ്ങി. അവളെ മക്കയിലേക്ക് അയച്ച് അതിന് പകരം ചില മുസ്ലിം ബന്ധുക്കളെ മോചിപ്പിച്ചു. അവർ മക്കക്കാരുടെ അടുക്കൽ ബന്ധനസ്ഥരായിരുന്നു. അവരുടെ മക്കക്കാർ ബന്ദികളാക്കിയതായിരുന്നു. ഈ പെൺകുട്ടിക്ക് പകരം അവരെ മോചിപ്പിച്ചു. ഖൈബർ യുദ്ധം, ഇതേക്കുറിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി 7-ാം വർഷം മുഹറം മാസത്തിൽ ഖൈബറിലേക്ക് തിരിച്ചു. ഖൈബർ ഒരു ഈന്തപ്പന തോട്ടമാണ്. അത് മദീന മുനവറയിൽ നിന്ന് 184 കിലോമീറ്റർ വടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അഗ്നിപർവ്വത നിരകളുമുണ്ട്. അവിടെ യഹൂദികളുടെ നിരവധി കോട്ടകളുമുണ്ട്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ഈ കോട്ടകളെ മുസ്ലിങ്ങൾ ഖൈബർ യുദ്ധത്തിൽ പിടിച്ചടക്കി. ഈ പ്രദേശം വളരെ വളക്കൂറുള്ളതും യഹൂദികളുടെ ഏറ്റവും വലിയ കേന്ദ്രവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അഭാവത്തിൽ മദീനയിൽ സബാഹ് ബിൻ ഖഫാരിയെ അമീറായി നിശ്ചയിച്ചു. ഖൈബർ കോട്ടകളെ 10 രാത്രിയിൽ അധികം ഉപരോധിച്ചു. ഹദ്റത്ത് ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെന്നിക്കുത്ത് ഉണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 ദിവസം പുറത്തേക്ക് വന്നിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെത്തിയപ്പോൾ ചെന്നിക്കുത്ത് ആരംഭിച്ചു. അതുകൊണ്ട് മക്കക്കാർക്കിടയിൽ വന്നില്ല. തലവേദനയാണ്. ചെന്നിക്കുത്തിന് മൈഗ്രെയിൻ എന്നും പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെ കത്തീബിയ കോട്ടകളിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൊടിയെടുത്തു. ശത്രുക്കൾക്കെതിരിൽ ഉറച്ചു നിന്നു. ഘോര യുദ്ധം നടന്നു. പിന്നെ തിരിച്ചു വന്നു. പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ അദ്ദേഹം നല്ലപോലെ ശ്രമിച്ചിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിനെ പറഞ്ഞയച്ചു. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പതാക വഹിച്ചു. ഘോര യുദ്ധം തന്നെ നടന്നു. ഇത് ആദ്യ യുദ്ധത്തെക്കാളും ശക്തമായിരുന്നു. അദ്ദേഹവും തിരിച്ചെത്തി. പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അധിക ചരിത്ര പുസ്തകങ്ങളിലും എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഹദ്റത്ത് അബൂബക്കറിനെയും ഹദ്റത്ത് ഉമറിനെയും ഒരാൾക്ക് ശേഷം മറ്റേയാളെ സൈനിക നേതാവാക്കിയെങ്കിലും അവരുടെ കൈകളാൽ ആ കോട്ട പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സയ്യിദുന സിദ്ദീഖ് അക്ബർ എന്ന പേരിൽ ലാഹോറിൽ നിന്ന് 2010 ഇറങ്ങിയ പുസ്തകം നോക്കി നമ്മുടെ ഗവേഷണ ടീം എനിക്ക് എഴുതുന്നു, ഇതിൻ്റെ ഗ്രന്ഥകാരൻ അത് അബൂബക്കറിൻ്റെ കൈകളാൽ ഈ കോട്ട പിടിച്ചടക്കി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഉദ്ധരണികളൊന്നും ചേർത്തിട്ടില്ല. ഏതായാലും ഗ്രന്ഥകാരൻ എഴുതുന്നു, ഒരു കോട്ട ജയിച്ചടക്കാൻ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സൈന്യാധിപനായി നിശ്ചയിച്ചു. അത് അദ്ദേഹം കീഴടക്കുകയും ചെയ്തു. രണ്ടാമത്തെ കോട്ടയ്ക്ക് ഹദ്റത്ത് ഉമറാണ് നിശ്ചയിക്കപ്പെട്ടത്. അദ്ദേഹവും വിജയിച്ചു. മൂന്നാമത്തെ കോട്ട ജയിച്ചടക്കാൻ മുഹമ്മദ് ബിൻ മുസ്ലിമയെയാണ് നിശ്ചയിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കാലത്ത് അള്ളാഹുവിനെയും അവൻ റസൂലിനെയും സുഹൃത്താക്കി വെച്ചിട്ടുള്ള ഒരാളെ സൈന്യാധിപനായി കൊടിയേൽപ്പിക്കുന്നതാണ്. അയാളുടെ കൈകളാൽ ഈ കോട്ട ജയിച്ചടക്കുന്നതാണ്. അങ്ങനെ ഹദ്റത്ത് അലിക്ക് കൊടി നൽകി. കാമോസ് കോട്ട വിജയിച്ചടക്കുകയും ചെയ്തു. ഖൈബർ യുദ്ധത്തെപ്പറ്റി വാക്കതിയുടെ ഒരു നിവേദനമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളും വായിക്കാനിടയുണ്ട്. അതുകൊണ്ട് അതും പരാമർശിക്കുകയാണ്. എന്നാൽ അത് 100% ശരിയാണെന്ന് ഉറപ്പില്ല. ഏതായാലും അദ്ദേഹം എഴുതുന്നു, ഖൈബർ യുദ്ധാവസരത്തിൽ ഒരു സഹാബി ഹദ്റത്ത് ഹബ്ബാബ് ബിൻ മുൻസർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യഹൂദികൾ ഈന്തപ്പനകളെ തങ്ങളുടെ യുവാക്കളായ മക്കളെക്കാളും പ്രിയപ്പെട്ടതായി ഗണിക്കുന്നു. അങ്ങ് അവരുടെ ഈന്തപ്പനകൾ വെട്ടിമാറ്റിയാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനകൾ വെട്ടിമാറ്റാൻ നിർദ്ദേശിച്ചു. മുസ്ലിങ്ങൾ അതിവേഗം ഈന്തപ്പനകൾ വെട്ടിമാറ്റാൻ തുടങ്ങി. ഈ കുറച്ചു ഭാഗം 100% സ്വീകാര്യമായി തോന്നുന്നില്ല. ഏതായാലും തുടർന്നുള്ള ഭാഗങ്ങൾ ശരിയായി തോന്നുന്നു. പറയുന്നു, അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, തീർച്ചയായും പ്രതാപവാനായ അള്ളാഹു അങ്ങേക്ക് ഖൈബറിനെ പറ്റി വാഗ്ദാനം നൽകിയതാണ്. അവൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നവനാകുന്നു. അങ്ങ് ഈന്തപ്പനങ്ങൾ വെട്ടരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിളിയാൾ വിളംബരപ്പെടുത്തുകയും ചെയ്തു. ഈന്തപ്പനകൾ വെട്ടുന്നത് വിലക്കുകയും ചെയ്തു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖൈബറിൽ വിജയം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെ ഒരു പ്രത്യേക താഴ്വരയായ കത്തീബയെ തൻ്റെ അടുപ്പക്കാർക്കും കുടുംബത്തിലെ സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും വിതരണം ചെയ്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് കുടുംബക്കാർ കൂടാതെ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും 100 വസക്ക്, അതായത് ലോഡ് ധാന്യവും ഈന്തപ്പഴവും നൽകിയിരുന്നു. ഒരു വസക്ക് എന്നാൽ 60 സാ ആണ്. ഒരു സാ 2.5 കിലോ ആകുന്നു. അതായത് ഏകദേശം 375 മൻ ധാന്യം ഹദ്റത്ത് അബൂബക്കറിൻ്റെ പക്കൽ വന്നു. നജിദിലേക്ക് ഹദ്റത്ത് അബൂബക്കർ നയിച്ച യുദ്ധം. ഇത് സംബന്ധിച്ച് എഴുതുന്നു, നജിദ് പകുതി മണലാരണ്യമാണ്, എന്നാൽ പച്ചളിപ്പുള്ള ഭാഗവുമുണ്ട്. അതിൽ നിരവധി താഴ്വരകളും പർവ്വതങ്ങളുമുണ്ട്. ഇത് തെക്ക് യമൻ, വടക്ക് ഷാമിൻ്റെ മണലാരണ്യവും ഇറാഖ് വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹിജാസ് മണലാരണ്യമാണ്. ഈ പ്രദേശം ഭൂനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ്. ഈ ഉയരണം കാരണമാണ് ഇതിനെ നജിദ് എന്ന് പറയുന്നത്. നജിദിൽ ബനു കിലാബ് മുസ്ലിങ്ങൾക്കെതിരിൽ സംഘടിച്ചപ്പോൾ ഹദ്റത്ത് അബൂബക്കറിനെ അവരെ തുരത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് അയച്ചു. ഈ യുദ്ധം ഹിജറ 7-ാം വർഷം ശഅബാൻ മാസമാണ് ഉണ്ടായത്. ഹദ്റത്ത് സൽമ ബിൻ അക്കു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനെ അയച്ചു. അദ്ദേഹത്തെ ഞങ്ങളുടെ അമീറാക്കി. അബൂ സുഫിയാൻ സുലഹ് ഹുദൈബിയയിലേക്ക് ശേഷം മക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റി എഴുതുന്നു, ഹുദൈബിയ സന്ധി ലംഘിച്ചുകൊണ്ട് ബനു ബക്കർ, ഇത് ഖുറൈശികളുടെ സൗഹൃദ ഗോത്രമാണ്, മുസ്ലിങ്ങളുടെ സുഹൃത്തുക്കളായ ബനു ഖസായ ഗോത്രത്തെ ആക്രമിച്ചു. ഖുറൈശികൾ ആയുധങ്ങളും സവാരികളും നൽകി ബനു ബക്കറിനെ സഹായിക്കുകയും സുലഹ് ഹുദൈബിയയുടെ നിബന്ധനകളെ അവഗണിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലും പറഞ്ഞു, ഞങ്ങൾ ഒരു സന്ധിയെയും മാനിക്കുന്നില്ല. അപ്പോൾ അബൂ സുഫിയാൻ മദീനയിലെത്തി ഹുദൈബിയ സന്ധി പുതുക്കാൻ ആഗ്രഹിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിലെത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ഒരു കാര്യത്തിന് മറുപടി നൽകിയില്ല. തുടർന്ന് അയാൾ അബൂബക്കറിന്റെ അടുക്കലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നതല്ല. പിന്നെ ഹദ്റത്ത് ഉമറിൻ്റെ അനുസ്മരണത്തിൽ പറഞ്ഞതുപോലെ ഹദ്റത്ത് ഉമറിൻ്റെ അടുക്കലും എത്തി. പക്ഷെ അദ്ദേഹവും വിസമ്മതിച്ചു. ഏതായാലും അയാൾ നിരാശനായി തിരിച്ചുപോയി. ഫതഹ് മക്ക യുദ്ധം. ഈ യുദ്ധത്തെ ഗസവത്തുൽ ഫതഹുൽ അലീം എന്ന് പറയുന്നു. മക്ക യുദ്ധം ഹിജ്രി 8-ാം വർഷം റമദാൻ മാസത്തിലാണ് ഉണ്ടായത്. താരിഖ് തിബ്രിയിൽ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് യാത്രയ്ക്ക് പുറപ്പെടാൻ നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ സാധന സാമഗ്രികളും തയ്യാറാക്കും. ഹദ്റത്ത് അബൂബക്കർ തൻ്റെ മകൾ ഹദ്റത്ത് ആയിഷയുടെ അടുക്കൽ വന്നു. വീട്ടിൽ പോയി. അപ്പോൾ ഹദ്റത്ത് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സാധന സാമഗ്രികൾ തയ്യാറാക്കുകയായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ചോദിച്ചു, മോളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സാധനങ്ങൾ തയ്യാറാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ. ഹദ്റത്ത് അബൂബക്കർ ചോദിച്ചു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിനക്കറിയുമോ? ഹദരത്ത് ആയിഷ പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് മക്കയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉടൻ തന്നെ തയ്യാറാകാനും ഏർപ്പാടുകൾ ചെയ്യാനും നിർദ്ദേശിച്ചു. ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ, ഞങ്ങൾ പെട്ടെന്ന് ഖുറൈശികളുടെ സ്ഥലങ്ങളിൽ എത്തും വരെയും ഖുറൈശികളുടെ ചാരന്മാരെയും അവരുടെ വാർത്തയോർത്തുന്നവരെയും നീ തടയണമേ. അങ്ങനെ ജനങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഈ സംഭവത്തെ കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് സീറത്ത് ഹൽബിയിൽ എഴുതുന്നു, ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദരത്ത് ആയിഷയോട് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. ഹദരത്ത് അബൂബക്കർ തിരുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് യാത്രയ്ക്ക് പുറപ്പെടുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനും തയ്യാറാകട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഹദരത്ത് അബൂബക്കർ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുറൈശികളെ നേരിടാൻ. എന്നാൽ അബൂബക്കർ, ഇപ്പോൾ ഈ കാര്യം രഹസ്യമാക്കി വെക്കണം. അഥവാ ഖുറൈശികളെ എതിരിടാനാണ് പോകുന്നതെന്ന കാര്യം രഹസ്യമാക്കി വെക്കണം എന്നുകൂടെ പറഞ്ഞു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തയ്യാറാകാൻ കൽപ്പിച്ചു. എന്നാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം രഹസ്യമാക്കി വെച്ചു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമുക്കും ഖുറൈശികൾക്കും ഇടയിൽ ഇപ്പോൾ കരാറും രഞ്ജിപ്പിന്റെ കാലയളവും നിലവിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. പക്ഷെ അവർ കരാർ ലംഘിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം രഹസ്യമാക്കി തന്നെ വയ്ക്കുക. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അങ്ങ് ബനു അസ്ഫർ അഥവാ റോമക്കാരുടെ അടുത്തേക്കുള്ള യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല. അപ്പോൾ അങ്ങ് നജിദിലേക്കുള്ള പുറപ്പാടാണോ? അബൂബക്കർ വീണ്ടും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല. ഹദരത്ത് അബൂബക്കർ വീണ്ടും പറഞ്ഞു, ഒരുപക്ഷെ അങ്ങ് ഖുറൈശികളെ എതിരിടാനാണ് പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെയും ഖുറൈശികളുടെയും ഇടയിൽ കരാറിന്റെ കാലയളവ് ബാക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ബനു കാബ് അഥവാ ബനു ഖസായോട് എങ്ങനെയാണ് വർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാമങ്ങളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞു, ആരാണോ അള്ളാഹുവിലും ഖിയാമത്ത് ദിനത്തിൽ വിശ്വസിക്കുന്നത് അവർ റംസാൻ മാസത്തിൽ മദീനയിൽ എത്തിച്ചേരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പനുസരിച്ച് അറേബ്യയിലെ ഗോത്രക്കാർ മദീനയിലേക്ക് വരാൻ തുടങ്ങി. മക്കയിലെത്തിയ ഗോത്രക്കാരിൽ ബനു ഇസ്ലാം, ബനു ഗഫാർ, ബനു മസീന, ബനു അസ്ജ, ബനു ജഹീന എന്നിവർ ഉൾപ്പെടുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നാഥ, ഞങ്ങൾ ഖുറൈശികളുടെ പ്രദേശത്ത് അവർക്ക് അറിവില്ലാതെ എത്തിച്ചേരുന്ന വിധത്തിൽ അവരുടെ ചാരന്മാരെയും അവർക്ക് സന്ദേശം എത്തിക്കുന്നവരെയും നീ തടയണമേ എന്ന് ദുആ ചെയ്തു. എല്ലാ മാർഗങ്ങളിലും പോകുന്നവരെയും വരുന്നവരെയും വീക്ഷിക്കുന്നതിനായി ഒരു കൂട്ടം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. ഖുറൈശികൾക്ക് മുസ്ലിങ്ങളുടെ തയ്യാറെടുപ്പിനെ കുറിച്ച് അറിവ് ലഭിക്കാതിരിക്കാൻ അപരിചിതരായ വ്യക്തികളെ തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകി. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യാത്രാ വിഭവങ്ങൾ ഒരുക്കി വയ്ക്കാൻ ഒരു സഹധർമ്മിണിയോട് പറഞ്ഞു. അവർ യാത്രാ സാമഗ്രികൾ ഒരുക്കാൻ തുടങ്ങി. ഹദരത്ത് ആയിഷയോട് തനിക്ക് വേണ്ടി സത്തു അഥവാ കടല, യവം തുടങ്ങിയ ധാന്യങ്ങളുടെ വറുത്ത പൊടി അല്ലെങ്കിൽ ധാന്യങ്ങൾ വറുത്ത് തയ്യാറാക്കാൻ കൽപ്പിച്ചു. ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് അന്നുണ്ടായിരുന്നത്. ആയതിനാൽ അവർ ധാന്യങ്ങളിൽ നിന്നും മണ്ണും മറ്റും വൃത്തിയാക്കാൻ തുടങ്ങി. ഹദരത്ത് അബൂബക്കർ മകളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ തയ്യാറെടുപ്പ് കണ്ടുകൊണ്ട് ചോദിച്ചു, അല്ലയോ ആയിഷ, ഇതെന്താണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണോ? പറഞ്ഞു, യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തന്നെയാണെന്നാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തയ്യാറാക്കാനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹദരത്ത് അബൂബക്കർ ചോദിച്ചു,
ഏതെങ്കിലും യുദ്ധത്തിനുള്ള പുറപ്പാടാണോ? അവർ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവിഭവങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത്. 2-3 ദിവസങ്ങൾക്ക് ശേഷം ഹദരത്ത് അബൂബക്കറിനെയും ഹദരത്ത് ഉമറിനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖസായിലെ വ്യക്തികൾ ഇപ്രകാരം വന്നതായി നിങ്ങൾക്കറിയുമോ? എന്നിട്ട് നടന്ന സംഭവങ്ങൾ കേൾപ്പിച്ചു. ഈ സംഭവത്തെക്കുറിച്ചും നമ്മൾ അവരുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കെ അവർ വഞ്ചിച്ചു എന്നും അള്ളാഹു എന്നെ നേരത്തെ അത് അറിയിച്ചിരിക്കുന്നു. മക്കക്കാരുടെ ധൈര്യവും ശക്തിയും കണ്ട് നാം എതിരാള തയ്യാറെടുപ്പ് നടത്താത്തതും ഭയന്നോടുന്നതും നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. നമുക്കവിടെ പോകേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവരുമായി അങ്ങ് കരാറിൽ ഏർപ്പെട്ടതാണ്. കൂടാതെ അവർ അങ്ങയുടെ സമുദായവുമാണ്. അങ്ങ് സ്വന്തം ജനതയോട് യുദ്ധം ചെയ്യുമെന്നോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ജനതയോടല്ല, മറിച്ച് കരാർ ലംഘിച്ചവരോടാണ് യുദ്ധം ചെയ്യുന്നത്. പിന്നീട് ഹദരത്ത് ഉമർ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിസ്മില്ലാ, ഇങ്ങനെയൊരു അവസരമുണ്ടാകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ട് കപടവിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ എന്നും ദുആ ചെയ്യുമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ വളരെ സൗമ്യമായ പ്രകൃതക്കാരനാണ്. എന്നാൽ യഥാർത്ഥമായ വാക്കുകൾ ഉമറിന്റെ നാവിൽ നിന്നാണ് കൂടുതലായി ഒഴുകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തയ്യാറെടുപ്പ് നടത്തുക. എന്നിട്ട് അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുള്ള ഓരോ വ്യക്തിയും റമദാന്റെ ആരംഭ ദിവസങ്ങളിൽ മദീനയിൽ ഒരുമിച്ച് കൂടുക എന്ന് ചുറ്റുപാടുമുള്ള ഗോത്രങ്ങളിൽ വിളംബരപ്പെടുത്തി. അങ്ങനെ സൈന്യം ഒരുമിച്ച് കൂടാൻ തുടങ്ങി. പല ആയിരങ്ങൾ അടങ്ങുന്ന സൈന്യം ഒരുമിച്ച് കൂടി. അവർ യുദ്ധത്തിനായി പുറപ്പെടുകയും ചെയ്തു. പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ നാഥ, ഞാൻ നിന്നോട് ദുആ ചെയ്യുകയാണ്. നീ മക്കക്കാരുടെ ചെവികൾക്ക് ഭദ്രതയും ചാരന്മാരുടെ കണ്ണുകൾക്ക് അന്ധതയും നൽകണമേ. അവർ ഞങ്ങളെ കാണുകയും അവരുടെ ചെവിയിലേക്ക് ഞങ്ങളുടെ ഒരു കാര്യവും എത്തുകയും ചെയ്യാതിരിക്കണമേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട മദീനയിൽ ആയിരക്കണക്കിന് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും 10,000-കണക്കിന് ആളുകൾ അടങ്ങുന്ന സൈന്യം മദീനയിൽ നിന്ന് പുറപ്പെടുകയും മക്കയിലേക്ക് അതിനെക്കുറിച്ചൊരു സൂചന ലഭിക്കാതിരുന്നതും അള്ളാഹുവിൻ്റെ തന്നെ പ്രവൃത്തിയായിരുന്നു. തബക്കാത്ത് ഇബ്നു സഅദിൽ എഴുതിയിരിക്കുന്നു, മുസ്ലിങ്ങളുടെ സൈന്യം ഇശാ സമയത്ത് മറ ലുഹറാനിൽ എത്തി. മക്കയിൽ നിന്ന് മദീനയ്ക്കുള്ള മാർഗത്തിൽ 25 കിലോമീറ്റർ ദൂരത്താണ് മറ ലുഹറാൻ സ്ഥിതി ചെയ്യുന്നത്. മക്കയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്താണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കൽപ്പിച്ചപ്പോൾ അവർ 10,000 സ്ഥലങ്ങളിൽ വിളക്ക് തെളിയിച്ചു. ഖുറൈശികൾക്ക് തിരുനബിയുടെ വരവിനെ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. അവർ ദുഃഖത്തിലായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്യുമോ എന്ന് അവർ ഭയന്നിരുന്നു. അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഖുറൈശികളുമായി യുദ്ധം തീർച്ചയായും ഉണ്ടാകുമെന്ന ചിന്തയായിരുന്നു. അതുകൊണ്ട് അവർ ദുഃഖിതരായിരുന്നു. എന്നിരുന്നാലും ഇവിടെ അറിയിപ്പ് ലഭിച്ചില്ല എന്ന് തെറ്റായി എഴുതിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അറിയിപ്പ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അറിയിപ്പ് ലഭ്യമായിട്ടുണ്ടാകാം. ഈ സൈന്യം അവിടെ തമ്പടിച്ചപ്പോൾ 10,000 സ്ഥലങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞു കണ്ടപ്പോൾ സ്ഥിതിഗതികളെക്കുറിച്ചറിയാൻ ഖുറൈശികൾ അബൂ സുഫിയാനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അഭയം ചോദിക്കുക. അബൂ സുഫിയാൻ ബിൻ ഹർബ്, ഹക്കം ബിൻ ഹിസാം, ബദീൽ ബിൻ വർക്ക എന്നിവർ യാത്രയായി. ആ സൈന്യം കണ്ടപ്പോൾ വളരെ പരിഭ്രാന്തരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയുടെ സംരക്ഷണത്തിനായി കാവൽ നിൽക്കുന്നവരുടെ മേൽനോട്ടത്തിലുള്ള ചുമതല ഹദരത്ത് ഉമറിനെയാണ് ഏൽപ്പിച്ചത്. ഹദരത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാന്റെ ശബ്ദം കേട്ടപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു, അബൂ കന്തല. അബൂ സുഫിയാന്റെ വിളിപ്പേരായിരുന്നു അത്. പറഞ്ഞു, ലബ്ബൈക്ക്. അബൂ സുഫിയാൻ ഹദരത്ത് അബ്ബാസിനോട് ചോദിച്ചു, നിന്റെ പിറകിൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അത് 10,000-ങ്ങളോടൊപ്പം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഹദരത്ത് അബ്ബാസ് സല്ലല്ലാഹു അൻഹു അദ്ദേഹത്തിന് അഭയം നൽകുകയും അദ്ദേഹത്തെ 2 സുഹൃത്തുക്കളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി സമക്ഷത്തിൽ ഹാജരാക്കുകയും ഉണ്ടായി. മൂവരും ഇസ്ലാം സ്വീകരിച്ചു. ഇതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വിവരിക്കുന്നതുമാണ്. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.